Hello all, welcome to this video on gender dysphoria. So gender dysphoria is the new classification in DSM-5. Yeah. So in DSM-4 it was sexual and gender variance. Okay. And gender dysphoria, it has two general categories: the paraphilias and gender identity disorders. Okay. Paraphilias എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ഈ സെക്ഷൽ ഏർജസ് അല്ലെങ്കിൽ ഫാൻറ്റസീസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നത് ഈ ഞാൻ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളോടാണ്. ലൈക്ക് നോൺ ഹ്യൂമൻ ഒബ്ജക്ട്സ്, അങ്ങനെ പിന്നെ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഹ്യൂമിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സഫർ ചെയ്യിപ്പിച്ചുകൊണ്ട് അതിലൊരു പ്ലഷർ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ വേറൊരാളെ ഹ്യൂമിലേറ്റ് ചെയ്തിട്ടോ സഫർ ചെയ്യിപ്പിച്ചിട്ടോ അതിലൊരു പ്ലഷർ, സെക്ഷൽ പ്ലഷർ കണ്ടുപിടിക്കുന്നത്. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ അല്ലെങ്കിൽ അത് നോൺ കൺസെൻറ്റിങ്, കൺസെൻറ്റ് ഇല്ലാത്ത വേറെ ആൾക്കാർ ഇതുപോലെ യൂസ് ചെയ്യുന്നത്. ഇതാണ് പാരഫിലിയാസിൽ വരുന്നത്. ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡേഴ്സ്, gender dysphoria has replaced gender identity disorder in DSM-5, and it is a discomfort with one sex-relevant physical characteristics or with one's assigned gender. സ്വന്തം ജെൻഡറിനോട് തന്നെ ഉള്ള ഒരു ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ പിന്നെ സെക്സ് റെലവൻറ്റ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനോടുള്ള ഒരു ഡിസ്കംഫേർട്ട്. ഓക്കെ, ഓൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനോടുള്ള ഒരു ഡിസ്കംഫേർട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ ക്ലോത്തിങ്ങിനോടും കാര്യങ്ങളൊക്കെ ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരഫീലിയാസ് ആണ്. ഓക്കെ, പാരഫീലിയാസ് എന്ന് പറയുമ്പം ഈ കൊടുത്തിരിക്കുന്ന ഡിസോർഡേഴ്സ് ഒക്കെയാണ് അതിൽ ഇൻക്ലൂഡിങ് fetishistic disorder, transvestic disorder, voyeuristic disorder, exhibitionistic disorder, sexual sadism, sexual masochism disorder, frauduristic disorder. ഇത്രയാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുമ്പം gender dysphoria in adolescents and adults, gender dysphoria in children, transsexualism. Okay. First we have fetishistic disorder. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months ആണ്. ആൻഡ് റെക്കറൻ്റ് ആയിട്ടും ഇൻറ്റൻസ് ആയിട്ടും ഈ ഫീൽ ചെയ്യുന്ന സെക്ഷൽ എറോസൽ എന്ന് പറയുന്നത് നോൺ ലിവിങ് ഒബ്ജക്ട്സിലാണ്. ഓക്കെ, ഓർ എ ഹൈലി സ്പെസിഫിക് ഫോക്കസ് ഓൺ നോൺ ജെനൈറ്റൽ ബോഡി പാർട്സ്. ഓക്കെ, സോ ഇതിൽ അതുപോലെ തന്നെ ഈ ഒരു ഏർജസ്, ഫാൻറ്റസീസ്, ബിഹേവിയർ ഒക്കെയും തന്നെ ആളുടെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്ങിൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കിയിരിക്കണം. ആൻഡ് ഈ ഫെറ്റിഷ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ക്ലോത്തിങ്ങിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പം നമ്മൾ ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡറിൽ നോക്കുകയാണെങ്കിൽ ക്രോസ് ഡ്രസ്സിങ് വരുന്നുണ്ട്. അപ്പം മെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസിൻ്റെ ഡ്രസ്സ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ അത് ക്ലോത്തിങ്ങിൽ മാത്രമല്ല, പിന്നെ അത് മേബി ചിലപ്പം ഹീൽസ് ആവാം, ലൈക്ക് ഹൈ ഹീൽസ് ആവാം, അല്ലെങ്കിൽ ബെൽറ്റ് ആവാം, ഹോസ് ആവാം, പിന്നെ ക്ലോത്തിങ് ആവാം. ഇതിലേതും എങ്ങനെയാവാം. ഓക്കെ, അല്ലാണ്ട് ക്ലോത്തിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഒരു പർപ്പസിന് വേണ്ടി ലൈക്ക് ടാക്ടൈൽ ജെനൈറ്റൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്താണ് വൈബ്രേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. സോ അതൊന്നും യൂസ് ചെയ്യുന്നതല്ല. അതല്ലാതെ ഉള്ള നോൺ ലിവിങ് ഒബ്ജക്ട്സിലാണ് ഇവർ ഈ പ്ലഷർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ. ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡറിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months എങ്കിലും കാണിക്കണം. റെക്കറൻറ്റ് ആൻഡ് ഇൻറ്റൻസ് സെക്ഷൽ അറൗസൽ ഫ്രം ക്രോസ് ഡ്രസ്സിങ്. നമ്മൾ ഓൾറെഡി ഫെറ്റിഷിസ്റ്റിക് പറഞ്ഞപ്പോൾ പറഞ്ഞു ക്രോസ് ഡ്രസ്സിങ്. സോ അതിൽ ഈ ഒരു ഫാൻറ്റസീസ്, ഏർജസ് ഓർ ബിഹേവിയേഴ്സ് ഫീൽ ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു അഡോളസെൻറ്റ് ടൈമിലൊക്കെയാണ് ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ കാണിക്കുന്നത്. ഇവർ മാസ്റ്റുർബേഷനൊക്കെ ചെയ്യുമ്പം ഫീമെയിൽ ക്ലോത്തിങ് ഇട്ടിട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ അതേപോലെ ഓട്ടോ ഗൈനഫീലിയ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇതിൽ കാണിക്കുന്നുണ്ട് ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡറിൽ, വിച്ച് ഇസ് പാരഫീലിക് സെക്ഷൽ അറോസൽ ബൈ ദ തോട്ട് ആൻഡ് ഫാൻറ്റസി ഓഫ് ബീങ് എ വുമൻ. ഓക്കെ, വിമൻ ഓപ്പോസിറ്റ് ജെൻഡർ ആണെന്ന് വിചാരിക്കും തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ. ആൻഡ് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ they feel attracted not by the women outside, but they feel attracted by the women inside. ഓക്കെ, ഈ ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡറിൽ. അതേപോലെ പിന്നെ ഈ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഏർജസ് എന്ന് പറയുന്നതും ഇവരുടെ പിന്നെ സോഷ്യൽ ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്ങിലൊക്കെയും തന്നെ വലിയൊരു ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കിയിരിക്കും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെറ്റിഷിസ്റ്റിക് ഡിസോർഡറിൽ ഇവർ ഈ ഒരു ഒബ്ജക്ട്സിനൊക്കെയും തന്നെ ഈ പറഞ്ഞ പോലെ മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് കിസ് ചെയ്യുന്ന സമയത്തോ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇവർ, അല്ലെങ്കിൽ അത് സ്മെല്ല് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് ഈ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആയിട്ടാണ് ഫെറ്റിഷിസ്റ്റിക് ഡിസോർഡറിനെ പറയുന്നത്. പിന്നെ ട്രാൻസ്വെസ്റ്റിക് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. വോയറിസ്റ്റിക് ഡിസോർഡർ, ഇതിലാണ് നമ്മൾ പീപ്പിംഗ് ടോംസ് എന്ന് പറയുന്ന വോയറിസ്റ്റിക് ഡിസോർഡറിലാണ് പ്രൈമറിലി യങ് മെന്നിലാണ് കാണുന്നത്.
ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ഷോസ് ഓവർ എ പീരീഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 6 months. Recurrent and intense sexual arousal from observing an unsuspecting person who is naked in the process of disturbing or engaging in sexual activity or is manifested by fantasies, urges or behaviors. So ഈ ഒളിഞ്ഞു നോട്ടം കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വോയറിസ്റ്റിക് ഡിസോർഡറിലാണ്. Again, the sexual has acted on these sexual urges with a non-consenting person. മറ്റേ ആളുടെ കൺസെന്റ് ഇല്ലാണ്ടാണ് ഇത് നടക്കുന്നത്. ആൻഡ് the sexual urges or fantasies cause clinically significant distress and impairment in social, occupational or other important areas of function. ഇത് അത്രയും ഭയങ്കര ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വോയറിസ്റ്റിക്കിനെ പറയുന്നത്. ലൈക്ക് വേറെ പിന്നെ എന്താ ഡിസോർഡേഴ്സിൽ പറയുന്ന പോലെ ഹാംഫുൾ ആയിട്ട് വോയറിസ്റ്റിക്കിനെ പറയുന്നില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 18 years ഓഫ് ഏജ് ആകുമ്പോഴാണ്. ഓക്കെ, ആൻഡ് ഇത് എക്സിബിഷനിസ്റ്റിന്റെ കൂടെ പിന്നെ കോർ ചെയ്യുന്ന ഒരു ഡിസോർഡറാണ് വോയറിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. റൈറ്റ്. എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുമ്പം ഇതും 6 months ആണ് പീരിയഡ്. Recurrent and intense sexual arousal from the exposure of one's genital to an unsuspecting person as manifested by fantasies, urges or behaviors. Then individual has acted on these sexual urges with a non-consenting person or the sexual urges or fantasies cause clinically significant distress or impairment. പറഞ്ഞ പോലെ തന്നെ ഇത് ഡിസ്ട്രെസ് ഉണ്ടാക്കും, ഇമ്പയർമെന്റ് ഉണ്ടാക്കും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ഫങ്ഷനിൽ. പിന്നെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് എക്സ്പോഷർ ഓഫ് വൺസ് ജെനൈറ്റൽ to an unsuspecting person. Okay, and അതുവഴി ഗ്രാറ്റിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നത്. സെക്ഷൽ സാഡിസം ഡിസോർഡർ എന്ന് പറയുമ്പം ഇതും ഡ്യൂറേഷൻ പറയുന്നത് 6 months ആണ്. Recurrent and intense sexual arousal from the physical or psychological suffering of another person as manifested by fantasies or urges or behaviors. ഇതിലെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് പിന്നെ വേറൊരാളെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള സഫറിങ് കണ്ടിട്ട് അതിന്ന് ഒരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഈ ഒരു പേര് സാഡിസം എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത് മാർക്കസ് ഡേ സാഡ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അടുത്തുനിന്നാണ്. പിന്നെ അത് ആ ഒരു ക്ലയൻറ്റിൻ്റെ ലൈഫിൽ നിന്നാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. ഇതേപോലെ വേറൊരാളെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സഫറിങ് വഴി സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു. ആ ഒരു ക്ലയൻറ്റിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, and then B എന്ന് പറയുന്നത് the individual has acted on this sexual urges with a non-consenting person. ഇവിടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്നിലും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്ന് പറയുന്നത് നോൺ കൺസെൻറ്റിങ് ആണ്, അയാളുടെ ഒരു കൺസെൻറ്റോട് കൂടിയിട്ടല്ല. ആൻഡ് ഇതെല്ലാം തന്നെ ഡിസ്ട്രെസ് കോസ് ചെയ്യുന്നതാണ് ഈ ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ. അതേപോലെ തന്നെ മേജർ ഏരിയാസ് ഓഫ് ഫങ്ഷനിലൊക്കെയും തന്നെ ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ സെക്ഷൽ മെസോഫിസം ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ 6 months ആണ് ഡ്യൂറേഷൻ. ഇവിടെ പിന്നെ ദ അറോസൽ intense sexual arousal from the act of being humiliated, beaten, bound or otherwise made to suffer as manifested by fantasies, urges or behaviors. ഇവിടെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ചില ആൾക്കാർ ഭയങ്കര ഒരു എക്സ്ട്രീം കേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ സ്ട്രാങ്കിൾ ചെയ്തിട്ട് ഓക്സിജൻ ബ്രെയിനിൽ കിട്ടാതിരിക്കുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് ഓർഗസത്തിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട്. സോ അത്രയും ലെവലിലേക്ക് വേണമെങ്കിൽ പോകാവുന്ന ഒന്നാണ് സെക്ഷൽ മെസോഫിസം. ദെൻ ദ ഫാന്റസീസ്, urges, behaviors can cause distress or impairment in the major areas of functioning. ഈ മെസോഫിസം എന്ന് പറഞ്ഞത് ഒരു ഓസ്ട്രിയൻ നോവലിസ്റ്റ് ലിയോപോൾഡ് ബി സാഷർ മെസോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു ക്യാരക്ടറിൽ നിന്നാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. ഓക്കെ, we have pedophilic disorder. This also goes over a period of at least 6 months. Recurrent, intense, sexually arousing fantasies, sexual urges or behaviors involving sexual activity with a prepubescent child or children. ഏജ് 13 yearsൽ താഴെയുള്ള കുട്ടികളായിട്ട് ഇങ്ങനെ സെക്ഷൽ urges അല്ലെങ്കിൽ ഫാന്റസീസ്, ബിഹേവിയേഴ്സ് കാണിക്കുന്ന ഇതാണ് ഈ ഒരു ഡിസോർഡറിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. ആൻഡ് ദ ഇൻഡിവിജ്വൽ ഹാസ് ആക്റ്റഡ് ഓൺ ദിസ് urges or fantasies cause marked distress or interpersonal difficulty. Okay, പിന്നെ ഈ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 16 years old ആയിരിക്കണം ആൻഡ് അറ്റ്ലീസ്റ്റ് 5 years older than the child. ഓക്കെ, വിക്ടിമിനെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് 5 years older ആയിരിക്കണം. ആൻഡ് ഇൻഡിവിജ്വൽ
ഡയഗ്നോസ് ചെയ്യുമ്പോൾ 16 ഇയേഴ്സ് ആയിരിക്കണം കാണിക്കുന്നത്. ഓക്കെ. ദെൻ ഫ്രോട്രിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അഗെയിൻ ഡ്യൂറേഷൻ 6 months ആണ്. The recurrent and intense sexual arousal from touching or rubbing against the rubbing against a non-consenting person as manifested by fantasies, urges or behaviors. Okay, so yeah, ഇതും അഗെയിൻ പിന്നെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രെസ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ മേജർ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്ങിലൊക്കെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ്. ലൈക്ക് അഗെയിൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ പിന്നെ അത് ടച്ച് ചെയ്യുന്നതോ റബ്ബ് ചെയ്യുന്നതോ ഒക്കെയാണ് ഇതിൽ കാണിക്കുന്ന സിംറ്റം എന്ന് പറയുന്നത്, വിച്ച് ഇസ് റെക്കറൻറ്റ് ആൻഡ് ഇൻറ്റൻസ് ആൻഡ് ദ പേഴ്സൺ the individual, the patient, he finds sexual arousal while doing it. ഈ കോസൽ ഫാക്ടേഴ്സ്, ഇതിൻ്റെ കോസൽ ഫാക്ടേഴ്സിലേക്ക് നോക്കുമ്പം അതിന് മുന്നേ കുറച്ച് ജനറൽ ഫാക്ട്സ് പറയാനുള്ളത്. ഇങ്ങനത്തെ പാരഫീലിയസ് കാണിക്കുന്നത് മെജോറിറ്റി മെയിൽസ് ആണ്, പിന്നെ ഫീമെയിൽസ് ഭയങ്കര റെയർ ആണ്. ഓക്കെ, ആൻഡ് ഇതൊക്കെയും സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്യൂബർട്ടി അല്ലെങ്കിൽ ഏർലി അഡോളസൻസ് ടൈമിലാണ്. പിന്നെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡ്രൈവ് ഉണ്ടാവും ആൻഡ് കൂടുതൽ ടൈം മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പിന്നെ അതേപോലെ പാരഫീലിയാസ് ഒറ്റ പാരഫീലിയ ആയിരിക്കില്ല, അതിൻ്റെ കൂടെ 1 or more പാരഫീലിയാസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും കാണുന്നത്. Then Money 1986 and others have found that male vulnerability to paraphilias is closely linked to their greater dependence on visual sexual imagery. So കൂടുതലും ചില ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് വിഷ്വൽ ഇമേജറി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അതിനെ ലിങ്ക് ചെയ്യുന്നതോടാണ് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു പാരഫീലിയാസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു വൾണറബിലിറ്റി കൂടുകയാണെന്നുള്ളതാണ് മണി 1986 അവരുടെ സ്റ്റഡിയിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ദെൻ പെർഹാപ്സ് അറൗസൽ ഇൻ മെൻ ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ സ്റ്റിമുലസ്. ഇപ്പം കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസിൻ്റെ കാര്യം ജനറലി എടുക്കുമ്പോൾ തന്നെ ഒരു ഫിസിക്കൽ സ്റ്റിമുലസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഫീമെയിൽസിനെക്കാട്ടിലും. സോ അതൊരു റീസൺ ആയിരിക്കാം എന്ന് പറയുന്നു. ആൻഡ് മെൻ മേ ബി മോർ വൾണറബിൾ ടു ഫോമിങ് സെക്ഷൽ അസോസിയേഷൻസ് ടു നോൺ സെക്ഷൽ സ്റ്റിമുലൈ വിച്ച് മേ ബി മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വെൻ ദ സെക്ഷൽ ഡ്രൈവ് ഇസ് ഹൈ. സോ ആ ഒരു ഏജ് ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഏജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവ് കൂടുന്നൊരു സമയമാണ്. അപ്പം കൂടുതലും ഈ വിഷ്വൽ ഇമേജറി എല്ലാം വരുന്നൊരു ടൈമാണ്. അപ്പോൾ ഇവർ ഈ നോൺ സെക്ഷൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനോട് ഈ ഒരു സെക്ഷൽ അസോസിയേഷൻസ് വന്നിട്ടാവാം ഈ ഒരു ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് വേറൊരു അസംഷൻ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ്, മോഡലിംഗ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഒബ്സർവേഷൻ ഇതൊക്കെ വഴിയാണ് ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ബിഹേവിയറിലേക്ക് മാറുന്നത് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷനും ഇതിനുണ്ട്. When observing paraphilic stimuli or when fantasies about paraphilic stimuli occur, boys may masturbate and the reinforcement by orgasm release may serve to condition an intense attraction to the paraphilic stimuli. So ഇവർ ഇങ്ങനത്തെ ഒബ്ജക്ട്സിനോട് ഇങ്ങനെ മാസ്റ്റുർബേഷൻ വഴി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഇൻറ്റൻസ് അട്രാക്ഷൻ ഡെവലപ്പ് ആവുന്നു ഈ ഒരു പാരഫിലിക് സ്റ്റിമുലൈ. പാരഫിലിക് സ്റ്റിമുലൈ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി നോൺ ലിവിങ് തിങ്സ് ആവാം, അല്ലെങ്കിൽ ചിൽഡ്രൻ ആവാം. ഓക്കെ, നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഇതിൽ ഏതും ആവാം. ഓക്കെ, പിന്നെ സോ അതങ്ങനെ ഒരു അസോസിയേഷൻ വന്നിട്ട് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള അട്രാക്ഷൻ വരുന്നതായിരിക്കാം എന്നാണ് പറയുന്നത്.